IPL-ന്റെ 18ാം വേനലിന് ചൂടേറുമ്പോൾ മികച്ച താരങ്ങളെ കണ്ടെത്തുന്നതിൽ മുൻപന്തി നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്നെയെന്നതിൽ സംശയമില്ല. IPL-ലൂടെ വളർന്നു വരികയും ഇന്ത്യൻ ടീം വരെ എത്തുകയും ചെയ്ത യുവപ്രതിഭകളിൽ വലിയൊരു പങ്കും മുംബൈ ഇന്ത്യൻസിന്റെ കണ്ടെത്തലുകളായിരുന്നു. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും മുതൽ ഇങ്ങോട്ട് വിഘ്നേഷ് പുത്തൂരും അശ്വിനി കുമാറും വരെ നീളുന്നതാണ് ആ പട്ടിക. ലേലത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ടീമുകൾ മത്സരിക്കുന്നതിനാൽ IPL-ലേക്ക് കണ്ടെത്തുന്ന താരങ്ങളെ ടീമിൽ നിലനിർത്തുക എന്നത് ഒരു ഫ്രാഞ്ചൈസിക്കും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന്റേത് അടക്കമുള്ള ടാലന്റ് സ്കൗട്ട് പ്രക്രിയ ഓരോ സീസണിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുഖ്യ പരിശീലകൻ മഹേല ജയവർദ്ധനയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് വിദഗ്ധരുടെ വലിയൊരു സംഘം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പ്രതിഭകളെ കണ്ടെടുക്കാൻ പ്രവർത്തിക്കുന്നത്. പ്രാദേശികമായി പ്രതിഭകളെ കണ്ടെത്താൻ വിദഗ്ധരുടെ മറ്റൊരു വലിയ നിരയുമുണ്ട്. രണ്ട് രീതിയിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് ഹണ്ട്. ടീമിലേക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കളിക്കാരെ നേരിട്ട് ട്രയൽസിന് വിളിച്ച് പ്രകടനം തൃപ്തികരമാണെങ്കിൽ ലേലത്തിൽ സ്വന്തമാക്കുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് അല്പം സങ്കീർണമാണ്. ഏജ് ഗ്രൂപ്പ് മത്സരങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ ക്രിക്കറ്റ് അസോസിയേഷനുകൾ നടത്തുന്ന T20 ലീഗുകളും നിരീക്ഷിക്കുന്നതാണ് ഇതിന്റെ ആദ്യപടി. ഏത് തരം കളിക്കാരെയാണ് ടീമിന് ആവശ്യം എന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് അടുത്തത്. അതൊരു മിസ്റ്ററി സ്പിന്നർ ആകാം, ഫിനിഷർ ആകാം, ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആകാം. ലീഗുകളിൽ നിന്നും മറ്റു ടൂർണമെന്റുകളിൽ നിന്നും തിരിച്ചറിയപ്പെടുന്ന കളിക്കാരുടെ ഡാറ്റ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരത്തിൽ കളിക്കാരെ തെരഞ്ഞെടുത്താലും അവരെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ റോളിലേക്കും 4 പേരെ വീതം കണ്ടുവെക്കും. ടാലന്റ് സ്കൗട്ടുകൾ കണ്ടെത്തുന്ന കളിക്കാരെ ബഹുദിന ട്രയലുകളിലാണ് പങ്കെടുപ്പിക്കുക. വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ പരിശീലകർ അവരെ ഗ്രേഡ് ചെയ്യും. അവരെ ടീമിനൊപ്പം കൂട്ടും, പരിശീലനം നൽകും, ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഇത്തരത്തിൽ 2 സീസൺ വരെ കാത്തിരുന്ന ശേഷമായിരിക്കും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുക. അതും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം.